ഏറെ സമ്പന്നമായ ചരിത്രമാണ് കോഴിക്കോടിനുള്ളത്. വ്യാപാര ബന്ധങ്ങളുടെയും അധിനിവേശങ്ങളുടെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും നീണ്ട ചരിത്രം. മധ്യകാലഘട്ടങ്ങളിൽ സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം എന്ന് അറിയപ്പെട്ടിരുന്ന കോഴിക്കോട് ഒരിക്കൽ ഇതേ പേരിലുള്ള സ്വതന്ത്ര രാജ്യത്തിന്റെ തലസ്ഥാനവും പിന്നീട് പഴയ മലബാർ ജില്ലയുടെ തലസ്ഥാനവും ആയിരുന്നു. ആദ്യകാല ചരിത്രം. പുരാതന കാലത്ത് തമിഴകത്തിന്റെ ഭാഗമായിരുന്ന പൂഴിനാട്, കുടനാട് എന്നിവയിൽപ്പെട്ടതായിരുന്നു കോഴിക്കോട്. സംഘം കാലഘട്ടത്തിൽ കോഴിക്കോട് ചേര സാമ്രാജ്യത്തിന്റെ ജനവാസമില്ലാത്ത മേഖലയിൽ ആയിരുന്നു. ചേര സാമ്രാജ്യത്തിന്റെ അതിർത്തി ഇന്നത്തെ വടകര വരെ വ്യാപിച്ചിരുന്നതായി കരുതപ്പെടുന്നു. വടകരയ്ക്ക് വടക്ക് മൂഷിക വംശത്തിന്റെ ഭരണമായിരുന്നു. ചേര സാമ്രാജ്യത്തിന്റെ തുറമുഖങ്ങൾ കേരളവും പുറം ലോകവുമായി വ്യാപാര ബന്ധം വളർത്തിയെടുക്കുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ചു. വാസ്കോ ഡ ഗാമയുടെ വരവിന് മുൻപുള്ള കോഴിക്കോടിന്റെ ചരിത്രം വളരെ അവ്യക്തമാണ്. ഇബ്ൻ ബത്തൂത്ത, അബ്ദുൾ റസാഖ്, നിക്കോളോ കോണ്ടി എന്നീ വിദേശ സഞ്ചാരികളുടെ യാത്രാ വിവരണക്കുറിപ്പുകളെയും മറ്റ് സാഹിത്യരചനകളെയും ആസ്പദമാക്കിയാണ് അക്കാലത്തെ ചരിത്രരചന നടത്തിയത്. ഇവ കൂടുതലും ഊഹങ്ങൾ മാത്രമാണ്. എന്നാൽ വാസ്കോ ഡ ഗാമയുടെ വരവിന് ശേഷമുള്ളതിന് വിശ്വസനീയമായ രേഖകളുണ്ട്. ആദിമനിവാസികളായ വില്ലവരെയും മീനവരെയും മറ്റും തോൽപ്പിച്ച യാദവന്മാരും നാഗന്മാരും ആദ്യമായി കേരളത്തിൽ കുടിയേറിയത് മലബാറിലെ ഈ പ്രദേശങ്ങളിലാണ്. ഇത് BC 1000 ആണ്ടോടടുത്താണെന്ന് കരുതുന്നു. പുരാതന കാലം മുതൽ തന്നെ സഞ്ചാരികളുടെ പറുദീസയായിരുന്നു കോഴിക്കോട്. ചൈനീസ് സഞ്ചാരിയായ സെങ്ഹി, പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ എന്നിവരുടെ ആഗമനത്താൽ ശ്രദ്ധേയമാണ് കോഴിക്കോട്. ഇവർക്ക് മുന്നേ തന്നെ അറബികളും തുർക്കികളും റോമാക്കാരും ഇവിടങ്ങളിൽ എത്തിയിരുന്നു. കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന വ്യാപാരത്തിന്റെ ഭാഗമായി കോഴിക്കോടും ചില്ലറ വ്യാപാരങ്ങൾ നടന്നിരുന്നു. കോഴിക്കോട് സാമൂതിരി രാജവംശത്തെക്കുറിച്ച് ലഭ്യമായ ആദ്യ പരാമർശങ്ങൾ ഇബ്ൻ ബത്തൂത്തയുടേതാണ്. അതേസമയം 13-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കേരളം സന്ദർശിക്കുന്ന മാർക്കോ പോളോ കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്നില്ലെങ്കിലും മൂഷിക രാജ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്നിരുന്നാലും പ്രൊഫസർ കൃഷ്ണയ്യർ ഈ നഗരം സ്ഥാപിക്കപ്പെട്ടത് 1034 പറയുന്നു. കോഴിക്കോടിനെ പറ്റി 8-ാം നൂറ്റാണ്ടിന് ശേഷം മാത്രമേ ചരിത്രത്തിൽ കൂടുതൽ പ്രതിപാദിച്ചു കാണുന്നുള്ളൂ. പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം 9-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് തെക്ക് ടെൻഡേസ് അഥവാ ടൊണ്ടി, അതായത് ഇന്നത്തെ കടലുണ്ടി, ഒരു പ്രധാന തുറമുഖമായിരുന്നു. 8 മുതൽ 12 നൂറ്റാണ്ടുകൾ വരെ കോഴിക്കോടിന്റെ ആധിപത്യം പോർലാതിരിമാർക്കായിരുന്നു. ഇവരുടെ കാലത്ത് തൊഴിലധിഷ്ഠിതമായും ജാതി വ്യവസ്ഥയ്ക്കധിഷ്ഠിതമായും സാമൂഹ്യ ജീവിതം ക്രമീകരിക്കപ്പെട്ടു. അതിനു മുൻപേ വിവേചനരഹിതമായിരുന്നു ഒട്ടുമിക്ക സമൂഹങ്ങളിലും വ്യവസ്ഥിതികൾ. ഗോത്രപ്രമാണിമാർ ഭൂ ഉടമകളായും നാടുവാഴികളായും ഉയർത്തപ്പെട്ടു. മറ്റുള്ളവർ അവർക്ക് വിധേയരായി കൃഷി ചെയ്ത് കഴിഞ്ഞുവന്നു. പെരുമാൾ എന്നും അറിയപ്പെട്ടിരുന്ന അവർ 1102 AD വരെ ഈ പ്രദേശം ഭരിച്ചു. സാമൂതിരി കോഴിക്കോടിന്റെ അധിപതി ആയതോടെ അറബികളുടെ സഹായത്താൽ വാണിജ്യ കേന്ദ്രം എന്ന നിലയിൽ കോഴിക്കോടിന് പ്രാധാന്യമേറി. മറ്റു രാജാക്കന്മാരെ തോൽപ്പിക്കാൻ സാമൂതിരിക്ക് മുസ്ലിങ്ങൾ നല്ല സഹായം ചെയ്തു വന്നു. അങ്ങനെ കൊച്ചി വരെയുള്ള പ്രദേശങ്ങളുടെ അധിപനായി മാറി സാമൂതിരി. പോർച്ചുഗീസുകാരുടെ വരവ്. നേരത്തെ തന്നെ മധ്യ പൗരസ്ത്യ ദേശക്കാരുമായും ചൈനക്കാരുമായും ആഫ്രിക്കൻ രാജ്യങ്ങളുമായും ഇന്ത്യക്ക് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും പോർച്ചുഗീസുകാരുടെ വരവ് കേരളത്തിന്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ ഒരു സുപ്രധാന സംഭവമാകാൻ കാരണം അവർ പൗരസ്ത്യ രാജ്യങ്ങളിൽ സാമ്രാജ്യത്വ മേധാവിത്വത്തിനു വേണ്ടി ശ്രമിച്ചതാണ്. പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ ഒന്നാമന്റെ നിർദ്ദേശപ്രകാരം പുറപ്പെട്ട വാസ്കോ ഡ ഗാമ 1498 മെയ് മാസത്തിൽ കാപ്പാട് വന്നിറങ്ങി. വാസ്കോ ഡ ഗാമയെ ആതിഥ്യ മര്യാദകളോടെ സ്വീകരിച്ചെങ്കിലും സാമൂതിരിയുമായുള്ള കൂടിക്കാഴ്ച വലിയ പ്രയോജനമൊന്നും ചെയ്തില്ല. തനിക്ക് വിൽക്കാൻ കഴിയാതിരുന്ന വസ്തുക്കൾ കോഴിക്കോട് നിലനിർത്തുകയും അവ നോക്കി നടത്താൻ തന്റെ ആൾക്കാരെ അവിടെ താമസിക്കാൻ അനുവദിക്കണമെന്നുമുള്ള അഭ്യർത്ഥന സാമൂതിരി ചെവിക്കൊണ്ടില്ല. മറിച്ച് മറ്റേത് കച്ചവടക്കാരെയും പോലെ ചുങ്കമടയ്ക്കണമെന്നാണ് ഗാമയോട് സാമൂതിരി കൽപ്പിച്ചത്. ഇത് അവർ തമ്മിലുള്ള ബന്ധം വഷളാക്കി. 1500-ൽ പെഡ്രോ അൽവാരസ് കബ്രാളിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെയാണ് പോർച്ചുഗൽ രാജാവ് അയച്ചത്. കോഴിക്കോട് ഒരു ഫാക്ടറി അവർക്ക് തുടങ്ങാൻ കഴിഞ്ഞെങ്കിലും അറബികളുമായുള്ള പോർച്ചുഗീസുകാരുടെ ബന്ധം വഷളായി. അറബികളുടെ കപ്പലുകൾ പിടിച്ചെടുത്ത് അവരെ കൂട്ടക്കൊല ചെയ്തപ്പോൾ തദ്ദേശീയർ തിരിച്ചടിക്കുകയും ഫാക്ടറി കത്തിക്കുകയും
കരയിൽ ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാരിൽ പകുതിയോളം പേരെ വധിക്കുകയും ചെയ്തു. തുടർന്ന് കൊച്ചി രാജ്യത്തിലേക്ക് പോയ കബ്രോളിനെ അവർ ആദരപൂർവ്വം സ്വീകരിക്കുകയും കപ്പലുകളിൽ ചരക്കുകൾ കയറ്റാൻ അനുവദിക്കുകയും ചെയ്തു. വാസ്കോ ഡ ഗാമ 1502 15 കപ്പലുകളും 800 പുരുഷന്മാരുമായി കോഴിക്കോട് രണ്ടാമതും എത്തിച്ചേർന്നു. കോഴിക്കോട് നിന്ന് എല്ലാ മുസ്ലിങ്ങളെയും പുറത്താക്കാൻ ആവശ്യപ്പെട്ടു. ഇത് നിരസിക്കപ്പെട്ടപ്പോൾ നഗരം ആക്രമിച്ച് അരി കയറ്റിയ നിരവധി കപ്പലുകൾ പിടിച്ചെടുത്ത് ജോലിക്കാരെ അംഗഭംഗപ്പെടുത്തി. കൊച്ചി രാജ്യവും പോർച്ചുഗീസും തമ്മിലുള്ള ബന്ധം പുഷ്ടിപ്പെട്ടപ്പോൾ കൊച്ചിയും കണ്ണൂരും കേന്ദ്രമാക്കി സാമൂതിരിയുടെ നേരെ നിരവധി യുദ്ധങ്ങൾ നടന്നു. 1503 തുടങ്ങി 1570 വരെ നീണ്ടുനിന്ന ഈ യുദ്ധങ്ങളിൽ എല്ലാ ഭാഗത്തുമായി നിരവധി പേർ മരണപ്പെട്ടു. 1509 അൽഫോൺസോ ഡി ആൽബക്കർക്കി പൗരസ്ത്യ ദേശത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായി നിയമിതനായി. മാർഷൽ കൊത്തീഞ്ഞോയുടെ കീഴിൽ ഒരു പുതിയ നാവിക സൈന്യം കോഴിക്കോട് കീഴടക്കാനായി എത്തി. സാമൂതിരി കൊട്ടാരം പിടിച്ചടക്കുകയും നഗരം തീ വെച്ച് നശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ രാജാവ് അണിനിരത്തിയ സൈന്യം മാർഷൽ കൊടിഞ്ഞോയെ വധിച്ച് അൽബുക്കോർക്കിയെ മുറിവേൽപ്പിച്ചു. എന്നാൽ സമർത്ഥനായ അൽബുക്കോർക്കി കേരളത്തിലെ പോർച്ചുഗീസ് താൽപര്യം സംരക്ഷിക്കുന്നതിനായി 1513 സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കി. അതിനുശേഷം 1515 1518 ഇടയിൽ സാമൂതിരിയെ വധിക്കാൻ ശ്രമിച്ചത് അവർ തമ്മിലുള്ള ബന്ധം ഉലച്ചു. 1520 മുതൽ കുഞ്ഞാലിമരക്കാരുടെ നേതൃത്വത്തിലുള്ള നാവിക സൈന്യം പോർച്ചുഗീസ് സൈന്യത്തിന് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. ഇതിൽ സാമൂതിരിയെ സഹായിച്ചത് മങ്ങാട്ടച്ചൻ, ധർമ്മോത്ത് പണിക്കർ, കുതിരവട്ടത്ത് നായർ, കുഞ്ഞാലിമരക്കാർ എന്നിവരായിരുന്നു. 1503 പോർച്ചുഗീസുകാർ താനൂർ അഥവാ വെട്ടത്തുനാട് രാജാവിന്റെ അനുമതിയോടെ ചാലിയത്ത് ഒരു കോട്ട പണിത് ഇന്ത്യൻ സമുദ്രത്തിലെ ആധിപത്യം ഉറപ്പിച്ചു. സാമൂതിരിയെ നേരിടാനും യുദ്ധമുണ്ടാവുകയാണെങ്കിൽ എളുപ്പത്തിൽ സാമൂതിരിയുടെ കീഴിലുള്ള പ്രദേശങ്ങളിൽ എത്തിച്ചേരാനും ഇത് വഴിയൊരുക്കി. 1571 സാമൂതിരി ഈ കോട്ട ആക്രമിച്ച് കീഴടക്കി. പോർച്ചുഗീസ് സഖ്യകക്ഷിയായിരുന്ന വിജയനഗര സാമ്രാജ്യത്തിന്റെ പരാജയവും അതേ സമയത്തായിരുന്നു. പോർച്ചുഗീസുകാർ കോട്ട ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. തുടർന്ന് കോട്ട പൂർണ്ണമായും പൊളിച്ചു. ഇത് പോർച്ചുഗീസുകാരുടെ പതനത്തിന് തുടക്കം കുറിച്ചു. പിന്നീട് ഒരു സമവായത്തിനായി അവർ 1578 വീണ്ടും സാമൂതിരിയെ സമീപിച്ചു. 1588 ആയപ്പോഴേക്കും അവർ കോഴിക്കോട്ട് താമസിക്കുകയും 1591 സാമൂതിരി സംഭാവനയായി നൽകിയ സ്ഥലത്ത് ഒരു പള്ളി പണിയുകയും ചെയ്തു. ഈ സുഹൃത്ത് ബന്ധം കുഞ്ഞാലിമരക്കാരെ സാമൂതിരിയുമായി ക്രമേണ അകറ്റി. ഡച്ചുകാരുടെ വരവ്. ഡച്ച് അഡ്മിറൽ സ്റ്റീഫൻ വാൻ ഡർ ഹാഗൻ ഇവിടെ എത്തുകയും ഇന്ത്യൻ മണ്ണിൽ നിന്നും പോർച്ചുഗീസുകാരെ പുറത്താക്കാൻ 1604 നവംബർ 11 പരസ്പര സഖ്യം ഉണ്ടാക്കി. അവർക്ക് കോഴിക്കോട് വ്യാപാരം ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിച്ചു. 1663 ആയപ്പോഴേക്കും ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലം, കൊടുങ്ങല്ലൂർ, പുറക്കടം, കൊച്ചി, കണ്ണൂർ എന്നീ കോട്ടകൾ പിടിച്ചടക്കി. എന്നിരുന്നാലും അവർക്ക് ദീർഘകാലം ഇന്ത്യയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. 1753 വരെ തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടതിനാൽ ദുർബലരായ ഡച്ചുകാർ ബ്രിട്ടീഷുകാരോട് കീഴടങ്ങാൻ നിർബന്ധിതരായി. മൈസൂർ അധിനിവേശം. സാമൂതിരിയുടെ കാലത്ത് വിദേശികളും സ്വദേശികളുമായി നിരന്തരം യുദ്ധങ്ങൾ നടന്നിരുന്നു. അതുകൊണ്ട് കാര്യമായ വികസനങ്ങൾ നടന്നു കാണുന്നില്ല. എങ്കിലും സാംസ്കാരിക രംഗത്ത് രേവതി പട്ടത്താനവും വിദ്വൽ സദസ്സുമെല്ലാം സാമൂതിരിമാരുടെ സംഭാവനകളാണ്. ഹൈദരലിയുടെ മൈസൂർ പടയുടെ മുന്നിൽ അവസാനം സാമൂതിരി അടിയറവ് പറഞ്ഞു. പിന്നീട് വന്ന ടിപ്പു സുൽത്താനും കോഴിക്കോടിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. മതപരിവർത്തനത്തിലും പീഡനത്തിലും ഭയന്ന് നിരവധി സവർണജാതിക്കാർ തെക്കോട്ട് പലായനം ചെയ്തു. സവർണജാതിക്കാരുടെ പീഡനങ്ങൾ ഏറ്റിരുന്നവരും ജാതിഭ്രഷ്ട് ഉണ്ടായിരുന്നവരും എന്നുവേണ്ട ഒട്ടനവധി പേർ ഇസ്ലാം മതം സ്വീകരിച്ചു. വസ്ത്രധാരണത്തിലും മാറ്റങ്ങൾ വന്നു. ഇവിടെ നിലവിലുണ്ടായിരുന്ന പല അനാചാരങ്ങളും, ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം, മാറുമറയ്ക്കാനുള്ള അധികാരം തുടങ്ങിയവ നിർത്താൻ ടിപ്പു സുൽത്താൻ നിയമങ്ങൾ കൊണ്ടുവന്നു. കോഴിക്കോട് ഗതാഗത യോഗ്യമാക്കിയത് ടിപ്പു ആണെന്ന് പറയാം. പാലങ്ങളും ചുരങ്ങളും നിർമ്മിച്ചു. ഭൂ ഉടമകൾ ഭൂനികുതി നൽകണമെന്ന നിയമം ആദ്യമായി നടപ്പിൽ വരുത്തിയത് ടിപ്പു സുൽത്താനാണ്. ബ്രിട്ടീഷ് അധിനിവേശം. 1615 ക്യാപ്റ്റൻ വില്യം കീലിങ്ങിന്റെ നേതൃത്വത്തിൽ കോഴിക്കോടെത്തിയ ബ്രിട്ടീഷുകാർ ഒപ്പുവെച്ച ഉടമ്പടിയിൽ പോർച്ചുഗീസുകാരെ കൊച്ചിയിൽ നിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നും തുരത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും
അത് യാഥാർത്ഥ്യമായില്ല. 1664 സാമൂതിരി അവർക്ക് ഒരു ഫാക്ടറി പണിയാൻ അനുവാദം കൊടുത്തിരുന്നു എങ്കിലും അവരുടെ നീക്കങ്ങളെക്കുറിച്ച് സംശയാലുവായതിനാൽ മറ്റു ആനുകൂല്യങ്ങളൊന്നും നൽകിയില്ല. മൈസൂരും കേരളത്തിലെ നാട്ടുരാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങളിൽ ബ്രിട്ടീഷുകാർ ആദ്യകാലങ്ങളിൽ നിഷ്പക്ഷമായി നിന്നത് ഹൈദർ അലിക്കും ഉപകരിച്ചു. പിന്നീട് ബ്രിട്ടീഷുകാർ മൈസൂരിനെതിരെ തിരിയുകയും മേജർ ആബിംഗ്ടന്റെ നേതൃത്വത്തിൽ പടിഞ്ഞാറേ കോവലക്കത്തെ രവിവർമ്മയെ കോഴിക്കോട് തിരിച്ചുപിടിക്കാൻ സഹായിക്കുകയും ചെയ്തു. ടിപ്പുവിന്റെ ആക്രമണത്തിൽ പലായനം ചെയ്ത നാട്ടുരാജാക്കന്മാർക്ക് സ്ഥാനം തിരിച്ചു നൽകുമെന്ന് കോൺവാലിസ് പ്രഭു പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് പാലിച്ചില്ല. 1792 ആയപ്പോഴേക്കും മലബാറിലെ മിക്ക പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ വരികയും അവരെ എതിർത്ത രവിവർമ്മയെ 1793 തടങ്കലാക്കുകയും ചെയ്തു. ദേശീയ പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടുള്ള പല സമരങ്ങൾക്കും കോഴിക്കോട് സാക്ഷിയായിരുന്നു. 1904 വിജയരാഘവാചാര്യരുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ ഒരു സമ്മേളനം കോഴിക്കോട് നടന്നു. ആനി ബസന്റ് സ്ഥാപിച്ച ഇന്ത്യ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഒരു ശാഖ നഗരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. 1916 KP കേശവമേനോൻ, അന്നത്തെ കളക്ടർ ഇന്നസ്, മലയാളത്തിൽ പ്രസംഗിക്കാൻ അനുവദിക്കാത്തതിനാൽ ടൗൺ ഹാൾ യോഗം ബഹിഷ്കരിച്ചു. 1923 മാർച്ച് മാസത്തിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ അമീൻ പത്രവും 1924 ഒക്ടോബറിൽ KP കേശവമേനോൻ മാതൃഭൂമിയും സ്ഥാപിച്ചു. ബ്രിട്ടീഷ് സർക്കാരിന്റെ 1882 ഉപ്പു നിയമത്തിനെതിരെ 1930 കോഴിക്കോട് നടന്ന സമരത്തിൽ K. കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, മൊയ്തു മൗലവി, P. കൃഷ്ണപിള്ള തുടങ്ങി പലരും പങ്കെടുത്തു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം മദ്രാസ് പ്രസിഡൻസി മദ്രാസ് സംസ്ഥാനമായി. 1956 ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചപ്പോൾ മലബാർ ജില്ല തിരുക്കൊച്ചിയോട് ചേർത്ത് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുകയും 1957 മലബാർ ജില്ല വിഭജിച്ച് കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് ജില്ലകൾ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. കോഴിക്കോടിന്റെ പേരിന് പിന്നിൽ കുലശേഖര സാമ്രാജ്യത്തിന്റെ നാശത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ കോഴിക്കോടും സമീപ പ്രദേശങ്ങളും പോർളാതിരി രാജാവ് ഭരിച്ചിരുന്ന പോളനാടിന്റെ ഭാഗമായിരുന്നു. ഏറാൾ നാട് അഥവാ ഏറനാട്ട് നെടിയിരുപ്പിലെ ഏറാടികൾ സമുദ്രവാണിജ്യം നേരിട്ട് നടത്തുവാൻ പോർളാതിരിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി പോളനാട് പിടിച്ചെടുത്തു. പോളനാട്ടിൽ വേളാപുരം എന്ന സ്ഥലത്ത് ഒരു കോട്ടയും കോയിൽ അഥവാ കോവിൽ എന്ന വലിയ മാളികയും കെട്ടി. അവരുടെ ആസ്ഥാനം നെടിയിരുപ്പിൽ നിന്ന് കോയിൽ കോട്ടയിലേക്ക് മാറ്റി. കോട്ടയാൽ ചുറ്റപ്പെട്ട കോയിൽ അഥവാ കോയിൽ കോട്ടയാണ് പിന്നീട് കോഴിക്കോടായത് എന്ന് കരുതപ്പെടുന്നു. ഇവിടുത്തെ രാജാക്കന്മാർ പൊതുവിൽ അറിയപ്പെട്ടിരുന്നത് സ്വാമി തിരുമുൽപ്പാട് എന്നായിരുന്നു. പിന്നീട് സ്വാമി തിരുമുൽപ്പാട് എന്നത് സാമൂതിരി എന്ന് ചുരുങ്ങി. അറബികൾ ഈ നഗരം കാലിക്കുത്ത് എന്നും ചൈനക്കാർ കലിഫോ എന്നും യൂറോപ്യന്മാർ കാലിക്കറ്റ് എന്നും വിളിച്ചു. കോഴിക്കോട് എന്ന പേരിന്റെ ആവിർഭാവത്തെപ്പറ്റി പല അഭിപ്രായങ്ങളും നിലവിലുണ്ട്. കോ എന്നാൽ കോട്ട എന്നും അഴി എന്നാൽ അഴിമുഖമെന്നും കോട് എന്നാൽ നാട് എന്നുമാണ് അർത്ഥം. ഈ 3 വാക്കുകളും ചേരുമ്പോൾ കോഴിക്കോട് എന്നാവും എന്നാണ് മറ്റൊരഭിപ്രായം. അതുപോലെ കാലിക്കറ്റ് എന്ന പേരിനെ പറ്റിയും 2 അഭിപ്രായമുണ്ട്. കോഴിക്കോട്ടെ പ്രസിദ്ധമായ കലിക്കോ പരുത്തി തുണിയെ അറബികൾ കാലിക്കോ എന്നായിരുന്നു വിളിച്ചിരുന്നത്. കാലിക്കോ ലഭിക്കുന്ന സ്ഥലം കാലിക്കറ്റുമായി. ബ്രിട്ടീഷുകാർ ഇത് പരിഷ്കരിച്ച് കാലിക്കറ്റ് എന്നാക്കി മാറ്റി. ടിപ്പു സുൽത്താൻ മലബാർ കീഴടക്കി കോഴിക്കോടിന്റെ പേര് ഫറൂഖാബാദ് എന്നാക്കി മാറ്റി. എന്നാൽ ഇത് അധികകാലം നിലനിന്നില്ല. ഫറൂഖാബാദ് പിന്നീട് ഫറൂഖ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഫറൂഖ് കോഴിക്കോടിന്റെ തെക്കുഭാഗത്തുള്ള ഒരു പട്ടണമാണ്. ഇവിടെ ടിപ്പു സുൽത്താന്റെ കോട്ടയുടെ അവശിഷ്ടങ്ങൾ കാണാം.
വയനാട്ടിലെ സ്വർണ്ണക്കനൻ ചരിത്രത്തെക്കുറിച്ചറിയാൻ കാസാബ്ലാങ്ക ഫിലിം ഫാക്ടറിയുടെ യൂട്യൂബ് ചാനലിലെ തെരിയോട് ഡോക്യുമെന്ററി കാണുക.